നോമ്പ് റമദാനിന്റെ 1-ന്റെ അന്ന് തന്നെ അള്ളാഹു സ്വർഗത്തിന്റെ കവാടം തുറക്കും, നരകത്തിന്റെ കവാടമടയ്ക്കും, സർവ്വ പൈശാചിനെയും സർവ്വ ഇബിലീസിനെയും പിടിച്ചിട്ട് അള്ള ചങ്ങലക്കിടുന്ന ഹദീസ്. എന്നാൽ ഈ നാട്ടിലൂടെ റമദാൻ മാസത്തിൽ പോലും നോമ്പ് പിടിക്കാതെ കട്ടം പിടി വലിച്ചുണ്ടാക്കുന്ന കാക്കാമാരില്ലേ? ഓന്റെ ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഏതാ? ആ ശൈത്താൻ ഏതാ? എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടിരിക്കുമ്പോൾ ഈ ശൈത്താൻ എന്താ ഇങ്ങനെ നടക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ചിലരുടെ ഹൃദയത്തിൻ്റെ അകത്ത് പാപങ്ങൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നന്മയുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിൽ പലരും പല ചെറിയ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ ചെറുതല്ലേടാ. ഇപ്പോൾ ഒരു അന്യ പെണ്ണിനെ ഫോൺ വിളിക്കുന്നത് പാവമാണോ? വ്യഭിചരിക്കുന്നതല്ലേ പാവം? ഒരു പെണ്ണിനെ ബൈക്കിൻ്റെ പുറകിൽ എത്തിക്കൊണ്ട് പോകുന്നത് പാവമാണോ? മറ്റേ ലോഡ്ജിനകത്ത് കൊണ്ടുപോകണല്ലേ പാവം? ഞാൻ ബാറിൽ പോയിട്ട് കള്ളൊന്നും കുടിച്ചില്ലല്ലോ, ഞാൻ പോയിന്ന് പൊറോട്ട ഇറച്ചിയല്ലേ തിന്നുള്ളൂ, ഞാൻ കുടിച്ചൊന്നുമില്ലല്ലോ, ഞാൻ അവൻ്റെ കൂടെ അതിനകത്ത് പോയതല്ലേ ഉള്ളൂ, ഓള് പറയുന്നത് ഞാൻ കേട്ടതല്ലേ ഉള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചെയ്യുന്ന തെറ്റുകൾ നിനക്ക് നിസാരമായി കണ്ടു തുടങ്ങിയാൽ അത് നിന്റെ നാശത്തിന്റെ തുടക്കമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെറ്റുകൾ ചെയ്തിട്ട് അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഏത് തെറ്റ് ചെയ്തിട്ടും നിനക്ക് കുറ്റബോധം തോന്നുന്നില്ല. ഒരു കുറ്റബോധവും നിനക്ക് തോന്നില്ല. കള്ളു കുടിച്ചിട്ടാണെങ്കിലും വ്യഭിചരിച്ചിട്ടാണെങ്കിലും എന്തു പാപം ചെയ്തിട്ടും നിനക്കൊരു കുറ്റബോധമോ പ്രയാസമോ മനക്കുത്തോ മനസാക്ഷിയിട്ടമോ ഇല്ലാതുണ്ട്. നിനക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ആലോചിച്ചണം, അത് നിന്റെ നാശത്തിന്റെ തുടക്കമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.